ഒരു പരുന്തിൻ്റെ മുട്ട കോഴിമുട്ടകൾക്കിടയിൽ ആകസ്മികമായി എത്തിച്ചേരുന്നു. ആ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന പരുന്ത് മറ്റ് കോഴികളെ പോലെ തന്നെ ജീവിതം നയിച്ചു. അവൻ നിലത്ത് കൊത്തിപ്പറക്കി നടന്നു, കോഴികളുടെ ശബ്ദമുണ്ടാക്കി, ഒരുപാട് ഉയരത്തിൽ പറക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്തില്ല. ഒരു ദിവസം ഒരു വലിയ പരുന്ത് ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്നത് അവൻ കണ്ടു. ആഹാ, എന്ത് മനോഹരമായ ഒരു കാഴ്ച! അവൻ കോഴികളോട് പറഞ്ഞു. ആ പക്ഷിക്ക് എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയും? അപ്പോൾ ഒരു വയസ്സൻ കോഴി പറഞ്ഞു, അതൊരു പരുന്താണ്. നമ്മൾ കോഴികളാണ്, നമുക്ക് ഇത്രയേറെ ഉയരത്തിൽ പറക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട, നീ നിന്റെ ജോലി തുടരുക എന്ന് പറഞ്ഞു. വർഷങ്ങളോളം ആ പരുന്ത് ആ വാക്കുകൾ വിശ്വസിച്ച് ജീവിച്ചു. അവൻ കോഴികളെപ്പോലെ തന്നെ നിലത്ത് നടന്നു. എന്നാൽ അവൻ്റെ ഉള്ളിൽ എപ്പോഴും ആ പറക്കലിൻ്റെ ആഗ്രഹം ഒരു തീപ്പൊരിയായി തന്നെ കിടന്നു. ഒരു ദിവസം ആകാശം ഇരുണ്ടു, ഇടിവെട്ടി, പേമാരി തുടങ്ങി. കോഴികളെല്ലാം ഭയന്ന് ഓടി ഒളിച്ചപ്പോൾ എങ്ങനെയോ അവൻ ചിറക് വീശി ഒന്ന് ഉയരാൻ തോന്നി. അവൻ തൻ്റെ യഥാർത്ഥ കഴിവ് തിരിച്ചറിഞ്ഞു. അവൻ ചിറകുകൾ ശക്തിയായി അടിച്ചങ്ങ് ഉയർന്നു. അവൻ പറന്നുയരുമ്പോൾ താഴെയുള്ള കോഴികൾ പേടിച്ച് കരയുന്നത് അവൻ കേട്ടു. എന്നാൽ അവരവൻ ശ്രദ്ധിച്ചതേയില്ല. അവൻ ആ കൊടുങ്കാറ്റിനെ ഭയപ്പെടാതെ അതിൻ്റെ മുകളിലൂടെ പറന്നു. അന്നാണ് അവന് മനസ്സിലായത്, താനൊരു പരുന്താണ്, നിലത്ത് ഒതുങ്ങി നിൽക്കേണ്ടവനല്ല, ആകാശത്തിൻ്റെ രാജാവാകേണ്ടവനാണ്. ഈ കഥ നൽകുന്ന പാഠം രണ്ടാണ്. ഒന്ന്, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങളെ സ്വയം വിലയിരുത്താൻ മറ്റുള്ളവർ പറയുന്ന പരിമിതികളെ ഒരിക്കലും ആശ്രയിക്കരുത്. രണ്ട്, കഴിവുകൾ ഉപയോഗിക്കുക. നമ്മളിൽ പലരും നമ്മുടെ യഥാർത്ഥ കഴിവുകളെയും സ്വപ്നങ്ങളെയും ഉപയോഗിക്കാതെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഒതുങ്ങിക്കൂടുന്നു. നിങ്ങളുടെ ചിറകുകൾ ഉപയോഗിക്കൂ. നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ പ്രഭാകരൻ, സൈനിങ് ഓഫ്.